സോ ഹലോ എവരി വൺ. അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് മെയിനായിട്ട് രണ്ട് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഉണ്ട്. ഒന്ന് ഗ്രനാഡോ P10, അതുപോലെ തന്നെ ഒരു ചെസ് മൗണ്ടിൻ്റെയും എന്താ പറയുക റിവ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ റിവ്യൂ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് 3D ഡിസൈനിങ്, ആർക്കിടെക്ചറൽ ഫോംസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ മെയിനായിട്ട് എന്താ പറയുക ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിവ്യൂ ഇടുന്നത് ഒരു പ്രത്യേക വേയിലായിരിക്കണം എന്ന് കരുതിയിട്ടാണ് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിനെ എന്താ പറയുക ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മളുടെ കൂടെ ഇന്ന് 200 NS ഉണ്ട്. നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കോട്ടയ്ക്കൽ ശ്രീഭദ്രകാളി ക്ഷേത്രമാണ്. ഓക്കെ, അത് ആ ഒരു പോർഷനിലായിട്ടാണ്, അവിടെയാണ് ഉള്ളത്. അവിടെയായിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്ക് വണ്ടിയിൽ കയറാം. നമുക്ക് മലയുടെ ടോപ്പ് വരെ പോകത്തില്ല, അതിൻ്റെ താഴെ വരെ മാത്രമേ നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റത്തുള്ളൂ. സോ ആ ഒരു പ്ലേസും കൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതേസമയം തന്നെ അവിടെ വെച്ച് നമുക്ക് ഗ്രനാഡോ P10 അതുപോലെ തന്നെ ചെസ് മൗണ്ടും നമുക്ക് റിവ്യൂ ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. ഈ സ്ഥലം വരുന്നത് നെയ്യാറ്റിൻകര മാരായമുട്ടം കോട്ടയ്ക്കൽ പാലിയോട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു ക്ഷേത്രത്തിലോട്ട് പോകുന്ന എൻട്രൻസ് ഇതാണെന്ന് ഞാൻ പറയുന്നില്ല, ട്രഷറി റൂട്ടും കൂടിയാണ്. ഇങ്ങനെ ഇന്ന സമയത്തെ കയറാവൂ എന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ കൂടെ വരാം. ചില സമയങ്ങളിൽ ആ ഗേറ്റ് ക്ലോസ് ആയിരിക്കും, അല്ലാത്ത പക്ഷം വലിയ കുഴപ്പമില്ല. സോ നിങ്ങളിപ്പം എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വോയിസ് കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രനാഡോ P10 ഒരു മൈക്കിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ ആ വോയിസ് കേട്ടോണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളെല്ലാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി, അല്ലെങ്കിൽ നമുക്ക് എത്ര മൈക്ക് കിട്ടും, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് മുകളിൽ പോയതിന് ശേഷം സംസാരിക്കാം. നമ്മളിവിടെ വരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു പാറക്കോറിയാണ് മെയിൻലി. ഓക്കെ, പാറക്കോറിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ എന്താ പറയുക സുരക്ഷയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരുന്നതാണ്. കണ്ടല്ലോ, ഇതൊരു പാറക്കുളമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ആഴമുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഓ വാട്ട് എ ടൈം. ആ ഒരു മരം ഇപ്പം അങ്ങ് ഒടിഞ്ഞങ്ങ് വീണു. സോ ഇതൊരു പാറക്കോറിയാണ്. ഇപ്പം വെള്ളമൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. സോ നമ്മുടെ പുലിക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. സോ നമുക്ക് യാത്ര തുടരാം. സോ അത്യാവശ്യം ഓഫ് റോഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുമ്പോൾ മാക്സിമം സ്കൂട്ടിയൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇല്ല, സ്കൂട്ടിയും കുഴപ്പമില്ല, നമ്മുടെ ഫ്രണ്ട്സ് കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഓഫ് റോഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ശ്രീശാസ്ത ബ്ലൂ മെറ്റൽസ് എന്ന് പറയുന്ന ഒരു കോറിയാണ്. ഇതിപ്പോൾ പ്രവർത്തനമില്ല. സോ നമുക്ക് മലയിലേക്ക് പോകേണ്ടുന്ന വഴി ഇതാണ്. ബൈക്ക് കുറച്ച് ദൂരം പോവും. സോ ലെറ്റ്സ് ഗോ. ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം ഓഫ് റോഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള വണ്ടി ഏതാണെങ്കിലും ഓക്കെ, ബട്ട് സ്റ്റിൽ കുറച്ച് ഓഫ് റോഡ് കേപ്പബിലിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ
കുറച്ചുകൂടെ ബെറ്റർ ആണ് കേട്ടോ. സോ ഞാനിപ്പം പറഞ്ഞല്ലോ 2 പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അതിൽ ഒരു പ്രോഡക്റ്റ്, അതായത് മൈക്കിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്, ഗ്രനാഡോ P10. അതുപോലെ തന്നെ ഞാനിപ്പോൾ ചെസ്റ്റ് മൗണ്ടിലാണ് എൻ്റെ മൊബൈൽ മൗണ്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ നമുക്ക് തുടർന്നുള്ള മൂമെൻറ്റിൽ പറയാം. ഓക്കെ, സോ നമ്മളുടെ ആ ഒരു പ്ലേസിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ദൂരം വന്ന വീഡിയോ കുറച്ച് താഴ്ന്നാണ് ഇരുന്നത് എന്ന് ഞാനിവിടെ എത്തിയതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. സോ ഇതാണ് ഐ ലെവൽ തോന്നുന്നു. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത് നമ്മളുടെ കോട്ടയ്ക്കൽ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇപ്പോഴ് എത്ര മണിയായി എന്നുള്ളൊരു ചോദ്യം വരും. ഈ സമയത്ത് ഇവിടെ ആരും ഉണ്ടാകത്തില്ല, സ്പെഷ്യലി ഇവിടെ ആരും ഉണ്ടാകത്തില്ല. കാരണം വേറെ ഒന്നുമല്ല, ഉച്ച സമയമാണ്. സോ നോർമലി ഇപ്പോൾ ആരും ഇവിടെ അങ്ങനെ വരത്തില്ല, ഈ ടൈമിൽ വരത്തില്ല. ബട്ട് എന്തുകൊണ്ട് ഞാൻ വന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നോർമലി ഇടയ്ക്കൊക്കെ വന്നു പോകുന്ന സ്ഥലമാണ്. സോ പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് വിഷ്വൽ എത്രമാത്രം പെർഫെക്റ്റ് ആണ് എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ 2 പ്രോഡക്റ്റിൻ്റെ റിവ്യൂവിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം ഇറങ്ങിയത്. അതിൽ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂവും കൂടിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 പ്രോഡക്റ്റിൻ്റെയും. ഞാൻ സംസാരിക്കുന്ന മൈക്കും ഞാനിന്ന് റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. അതേസമയം തന്നെ ചെസ്റ്റ് മൗണ്ടും. സോ ചെസ്റ്റ് മൗണ്ടിലാണ് ഞാനിപ്പോൾ എൻ്റെ ഫോണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഫോണ് ഏതാണെന്ന് ഞാൻ പറയാം. iPhone 14 ആണ്. 14 Pro അല്ല, 14 ആണ്. സോ ഇതിൽ സിനിമാറ്റിക് മോഡ് ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, ഉണ്ട്. അതിൻ്റെ വിഷ്വൽസ് നമുക്ക് അടുത്തതിലിടാം. സോ നോർമലി ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കയറിയിട്ട് ഇതിൻ്റെ ടോപ്പിൽ പോയിട്ട് ഞാനിതും ഒന്നും കൂടെ ഈ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യും. കാരണം ഇതിൽ മെയിൻലി ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് മൗണ്ട് ചെയ്യുന്നതൊക്കെ ഇത് ചെറുതായിട്ടെങ്കിലും താഴ്ന്നു പോയാൽ അല്ലെങ്കിൽ പൊങ്ങിപ്പോയാൽ, അതായത് നമ്മൾ ഈ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ, ഈ ലെവല് ചെറുതായിട്ടെങ്കിലും താഴ്ന്നോ അല്ലെങ്കിൽ നല്ല രീതിയിൽ നിവർന്നോ ആണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല വിഷ്വൽസ് കിട്ടത്തില്ല. സോ അത് നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കുക. അതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ബൈക്കിൽ വന്ന റൂട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബൈക്കിൽ വന്നപ്പോൾ ആ വീഡിയോ ഞാൻ ഫസ്റ്റ് നോക്കിയിട്ടാണ് സെക്കൻഡ് ഹാഫ് ചെയ്യുന്നത്. ബൈക്കിൽ വന്ന സമയത്ത് മെയിൻലി ഉള്ള കുഴപ്പമെന്ന് പറയുന്നത്, ബൈക്കിൻ്റെ ആ ഒരു എന്താ പറയുക, സ്പീഡോമീറ്ററിലായിപ്പോയി അതിൻ്റെ ഒരു പ്ലേസ്. അത് വിഷ്വൽ പ്ലേസിങ് സ്പീഡോമീറ്ററിലായിട്ട് ആയിപ്പോയി. അപ്പോൾ അതൊരിക്കലും ഒരു നല്ലൊരു വീഡിയോ കണ്ടൻ്റായിട്ട് മാറത്തില്ല, മറിച്ച് അത് അഗ്ലിയായിട്ട് മറ്റുള്ളവർ ചിന്തിക്കും. സോ നോർമലി നിങ്ങൾ ചെസ്റ്റ് മൗണ്ട് വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് മേടിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് വെച്ചിട്ട്
വീഡിയോ എടുക്കുക. ഓക്കെ, സോ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ട സമയമായി. അതിനുശേഷം നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോകാം. സോ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യേണ്ടുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് നമ്മുടെ ഗ്രനാഡോ പീറ്റൻ എന്ന് പറയുന്ന ഈ ഒരു സാധനമാണ് കേട്ടോ. ഇതിങ്ങനെ എഴുതി കാണിക്കുന്നത് നിങ്ങൾ നോക്കണ്ട, ഇത് എനിക്ക് കറക്റ്റ് ക്ലിയറായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല, വീഡിയോയിൽ ഇതിങ്ങനെ ഓടിയാണ് നിൽക്കുന്നത്. ബട്ട് അതർവൈസ് എനിക്കിവിടെ കറക്റ്റ് നല്ല നീറ്റായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിലെന്തോ ഓടിയാണ് നിൽക്കുന്നത്, ഐ ഡോണ്ട് നോ. സോ ഇതാണ് നമ്മളുടെ പ്രോഡക്റ്റ് വരുന്നത് കേട്ടോ. ഇപ്പം ഇതുപോലത്തെ ഒരു മൈക്കും കൂടെ ഉണ്ട്, അത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ 2 മൈക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഈ സാധനത്തിനെ ഞാൻ തിരിച്ച് പഴയതുപോലെ വയ്ക്കുകയാണ് കേട്ടോ. സോ ഞാനത് പഴയതുപോലെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ അതിൻ്റെ ഡീറ്റെയിൽസ് സംസാരിക്കാം. അപ്പോൾ ഇതാണ് ഗ്രനാഡോ പീറ്റനിൻ്റെ ഒരു മൈക്ക് എന്ന് പറയുന്നത്. ഇത് ക്ലിപ്പഡാണ് കേട്ടോ. നമുക്ക് ക്ലിപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൈക്കാണ്. കണ്ടല്ലോ, നമുക്കിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ ഇത് ക്ലിപ്പിംഗ് മാത്രമല്ല, മാഗ്നറ്റും കൂടിയാണ്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മൗണ്ടിങ് രീതി വരുന്നത്. ഇനി ഇതിൻ്റെ യൂസസ് നമുക്ക് ഇനി അതൊന്ന് ജസ്റ്റ് നോക്കാം. ഇതാണ്, കണ്ടല്ലോ, നിങ്ങൾക്ക് ലൈറ്റ് ബ്ലിങ്കിങ് കാണാമല്ലോ. നമ്മൾ മുകളിലത്തെ സ്വിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ മ്യൂട്ടായി, കണ്ടല്ലോ, അത് മ്യൂട്ടായി. ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺമ്യൂട്ടായി. ഇനി താഴത്തെ സ്വിച്ച് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കിക്കൊള്ളാം. കണ്ടോ, അവിടെ ഒരു ലൈറ്റ് ബ്ലിങ്ക് ആയത്. അതായത് നമ്മുടെ വോയിസ് എന്താ പറയുക, ഒന്ന് ക്ലാരിറ്റി കൂടി. അതായത് പുറത്തുള്ള വോയിസ് 1% കട്ടായി. ഒന്നും കൂടെ പുതുക്കുമ്പോൾ 2 ലൈറ്റുകളും കത്തും. അപ്പോൾ 2% വോയിസ് കട്ടായി. അതായത് പുറത്തുള്ള ശബ്ദം, കാറ്റിൻ്റെയൊക്കെ ശബ്ദം. മൂന്നാമത് 3 പ്രാവശ്യം അതിൽ ലൈറ്റ് കത്തും. അപ്പോൾ ഇതാണ് അതിൻ്റെ കംപ്ലീറ്റ് ലെവൽ എന്ന് പറയുന്നത്. 3 പ്രാവശ്യം നമുക്കിത് പുതുക്കുമ്പോൾ, ഈ ഒരു സ്വിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ 3 ലൈറ്റ് ഇതിൽ കത്തും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക കംപ്ലീറ്റ് ആക്ഷൻ വരുന്നത്. അതിനുശേഷം ഈ മൈക്ക് എന്ന് പറയുന്ന ഒരു അസാധാരണമായ ലെവലിൽ നമുക്ക് ഇൻപുട്ട് തരുന്നൊരു സാധനമാണ്. കാരണം നിങ്ങൾ ഓൾറെഡി ആ മൈക്കിലൂടെയാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഗ്രനാഡോ പീറ്റന്. ഇതിൻ്റെ റേറ്റ് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു എക്സാക്റ്റ് റേറ്റ് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേസ് വരുന്നത്. സോ നമുക്ക് ഇതിനെ ഇങ്ങനെ ഇവിടെ മൗണ്ട് ചെയ്തങ്ങ് വയ്ക്കാം. സോ ഇവിടെ ഒരു സാധനം ഉണ്ട്. ഞാനത് എൻ്റെ ഫോണിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇളക്കി കാണിച്ചു തരാം. സോ ഇപ്പോൾ വോയിസ് എത്രമാത്രം പെർഫെക്റ്റ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഈ ഫോണിൻ്റെ ഓഡിയോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സാധനം എന്ന് പറയുന്നത്. കണ്ടല്ലോ, നമ്മുടെ ഫോണിൽ നമുക്കിപ്പോൾ ഐഫോണിൽ പുതിയ സി പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിലാണെങ്കിൽ ഓക്കെ, ഡയറക്റ്റ് നമുക്ക് CA ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ പക്ഷേ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പിന്നിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ഇത് ഞാൻ എക്സ്ട്രാ മേടിച്ചതാണ്. ഇതിൻ്റെ വില അറൗണ്ട് 200 സംതിങ് ആണെന്ന് തോന്നുന്നു. ഇപ്പം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും. കാരണം കാറ്റിൻ്റെയൊക്കെ ശബ്ദം നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും. സോ ഇനി നമുക്കിതിനെ ഒന്ന് മൗണ്ട് ചെയ്യാം. സോ ഇപ്പോൾ നിങ്ങൾ ശബ്ദം കേൾക്കുന്ന ഗ്രനാഡോ പീറ്റനിൽ നിന്നാണ്.
നമുക്കിപ്പം ഇതിൻ്റെ ചാർജിങ് കേസ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഇതെനിക്ക് കംപ്ലീറ്റ്ലി നല്ല നീറ്റായിട്ടാണ് കേട്ടോ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല നീറ്റായിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനൊരു മങ്ങുന്നൊന്നുമില്ല. പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത് മങ്ങുന്നുണ്ട്, എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. സോ ഇതാ കണ്ടില്ലേ, 30 ഫ്രെയിം പെർ സെക്കൻഡാണ് ഇട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. സോ അല്ലാത്ത പക്ഷം കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും. ബോക്സും കൊള്ളാം കേട്ടോ. ഇനി ഇതിൽ ഒരു ചാർജറും കൂടെ വരും, ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ. സോ ഇതാണ് ഗ്രനാഡോ പീറ്റൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഈ ചെസ് മൗണ്ടിനെ കുറിച്ച് സംസാരിക്കാം. അതിന് മുമ്പ് ഇവിടെ ഉള്ളൊരു വിഷ്വൽ നിങ്ങളൊന്ന് കാണിക്കാം. സോ ഞാൻ ഈ ഒരു മോഡിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. അതിൻ്റെ കാരണം ഞാൻ പറയാം കേട്ടോ. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ ഗ്രനാഡോ പീറ്റനെ കുറിച്ച് ഉള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഞാൻ ഈ ചെസ് മൗണ്ടിനെ ഇതിനെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ആംഗിളിലാണ് ഇപ്പോൾ വച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഒരു വൈൽഡ് ആംഗിളിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഈ ചെസ് മൗണ്ടിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറയാം. സോ ഇതാണ് നമ്മുടെ കോട്ടയ്ക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം, കോട്ടയ്ക്കൽ ശ്രീ ശാസ്താംപാറ ക്ഷേത്രമാണ് കേട്ടോ. ശ്രീ ഭദ്രകാളി എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു മെയിൻ ക്ഷേത്രമാണ്, അത് ഞാൻ വിട്ടുപോയി. ഇത് നമ്മളുടെ ശാസ്താംപാറ ശ്രീ ശാസ്ത ക്ഷേത്രമാണ് കേട്ടോ. സോറി ഫോർ ദ ഇൻകറപ്ഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. പണ്ട് ഇവിടെ വന്ന സമയത്തൊന്നും ഈ കമ്പിയൊന്നും ഇവിടെ ഇല്ല. ആ സമയത്ത് ഇങ്ങനെ ഇരിക്കേണ്ടുന്ന സെറ്റപ്പും ഇവിടെ ഇല്ല കേട്ടോ. ജസ്റ്റ് എന്താ പറയുക, ഇവിടെയൊന്നും ഈ കമ്പിയൊന്നും ഇല്ലാതെ ഓപ്പണായിട്ടാണ് കിടന്നത്. ആ സമയത്തൊക്കെ ഇതിൻ്റെ ഈ സൈഡ് പോർഷനിലൊക്കെ ഇവിടെയൊക്കെ വന്ന് ഇരിക്കും. അതൊക്കെ ഒരു സമയം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് ഒരു എന്താ പറയുക, ഒരു വാവ് വ്യൂ ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അല്ലാത്ത പക്ഷം ഓക്കെയാണ്. സോ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇത് വെള്ളറട, ചെമ്പൂര്, പിന്നെന്താ നമ്മുടെ ആറുകാണി, ആ ഒരു ലൊക്കാലിറ്റിയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇത് അഗസ്ത്യമലയാണ് കേട്ടോ. ഇങ്ങോട്ട് ഈ ഒരു ലൊക്കാലിറ്റി എന്ന് പറയുന്നത് അഗസ്ത്യമലയാണ്. സോ ബാക്കി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അവിടെയായിട്ട് ഒരു എങ്ങനെയാണ് കാണിച്ചു തരിക, ദേ ഇവിടെ ഒരു കുഞ്ഞു പാറ ഇരിക്കുന്നുണ്ടല്ലേ. സോ അതാണ് എന്താ പാണ്ഡവം പാറയോ? യെസ്, പാണ്ഡവം പാറ. ഡെഫിനറ്റ്ലി നമുക്ക് ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ താഴെയുള്ള വിഷ്വൽസും കൂടെ എപ്പോഴെങ്കിലും വീഡിയോ ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കവർ ചെയ്യാം. ആൻഡ് ഇവിടെ വേറെ പ്രത്യേകിച്ച് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് യെസ്, ഇതാണ് ഒരു നെയ്യാറ്റിൻകര ആ ഒരു ഏരിയ. സോ വൈകിട്ടുള്ള ടൈമുകളിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. സോ നമുക്ക് രണ്ടാമത്തെ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടെ ഞാൻ ഈ വീഡിയോ ചെക്ക് ചെയ്യും. ബിക്കോസ് ഓഫ് വൈ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഏക ഉത്തരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ 2 പ്രോഡക്റ്റിൻ്റെ റിവ്യൂവിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് നമ്മളിപ്പോൾ ഈ സ്ഥലത്തേക്ക് വന്നത്. പക്ഷേ സ്വർഗീയ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഒരു ഡിസൈനിങ് ബേസ്ഡ് കമ്പനിയും കൂടി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡിസൈനിങ്സിനും പഴയകാല ക്ഷേത്രമാണ്, അപ്പോൾ ഇവിടുത്തെ ഡിസൈൻസിനും നമ്മൾ പ്രാധാന്യം കൊടുക്കും. സോ അതിന് മുമ്പ് നമുക്കൊന്ന് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ബാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മളുടെ ഈ ചെസ്റ്റ് മൗണ്ടാണ്. കണ്ടില്ലേ, ചെസ്റ്റ് മൗണ്ട് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത്രയും മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കും. അല്ല, ബാക്കി ഉള്ളിലാണ് കേട്ടോ. ഞാൻ ചെസ്റ്റ് മൗണ്ട് ഇട്ടിട്ട് ഉള്ളിലായിട്ട്
പുറത്തായിട്ട് ഷർട്ട് ഇട്ടിരിക്കുന്നതാണ്. സോ നമുക്ക് ജസ്റ്റ് അത് ഒന്ന് മാറ്റിയിട്ട് നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം വരും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദ്യം വരും. കണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ചെസ്റ്റ് മൗണ്ട് വരുന്നത്. ഇതിനെ എടുത്ത് പുറത്ത് തീർച്ചയായിട്ടും കാണിക്കും, എന്താ പറയുക, അഴിച്ച് ഞാൻ കാണിക്കാം. സോ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അധികം സമയം ഇതിൻ്റെ ആവശ്യമില്ല എന്നാണെങ്കിൽ നമുക്ക് ഈ പോർഷനെ ഇളക്കിയെടുക്കാൻ പറ്റും. കണ്ടല്ലോ, ഈ ഒരു സാധനത്തിന് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വരുന്നത് കണ്ടല്ലോ, ബാക്കി വരുന്ന ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ എൻ്റെ മൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഒരു ഷർട്ട് ഇട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ അകത്ത് നിന്നോളും. നമ്മൾ എന്താ പറയുക, ഇങ്ങനൊരു സാധനം ഇട്ടിട്ടുണ്ട് എന്ന് പോലും അറിയത്തില്ല. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ഫുള്ളായിട്ട് കവറായിട്ട് നിന്നോളും. സോ ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ഇതുപോലെ ആ ഒരു ജസ്റ്റ് ആ ഒരു ചെറിയ പോർഷൻ മാത്രം ഇങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്താൽ മതി. കണ്ടല്ലോ, ക്ലിപ്പ് ചെയ്തു. സോ ക്ലിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ബട്ടൺസ് പഴയതുപോലെ ഇട്ട് കഴിഞ്ഞാൽ സിമ്പിൾ ആസ് ദാറ്റ്. നമ്മൾ ഇതിട്ടിരിക്കുന്നത് പോലും എന്താ പറയുക, ഉള്ളിൽ അത് ഇട്ടിരിക്കുന്നത് പോലും അറിയത്തില്ല. ആ ഒരു രീതിയിൽ എന്താ പറയുക, ഇത് കവറായി നിൽക്കും. സോ ഇതാ കണ്ടില്ലേ. സോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി വരുന്നത്. ഇനി ഇതിൻ്റെ വീഡിയോ എടുക്കുന്ന രീതി ജസ്റ്റ് ഒന്ന് ഞാൻ ഈ ഒരു ആംഗിളിൽ വെച്ച് ഞാൻ സംസാരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു ആംഗിളിൽ നിന്ന് സംസാരിക്കുകയാണ്. എൻ്റെ മൈക്ക് ദാ ഇവിടെ ഇരിപ്പുണ്ട്, ഗ്രനാഡോ പീറ്റൻ. ഇനി ഇതിൻ്റെ കാര്യം ഞാൻ സംസാരിക്കുകയാണെങ്കിൽ, വൈൽഡ് ആംഗിളിൽ ഇട്ടെടുത്ത സമയത്ത് നല്ലൊരു ഔട്ട്പുട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു മൗണ്ടനിലേക്ക് കയറുന്നൊരു സമയം പറഞ്ഞല്ലോ, മൗണ്ടനിലേക്ക് നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് കയറുന്ന സമയം തീർച്ചയായിട്ടും ഇതിനെ ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്യുക. ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ മുകളിലോട്ടുള്ള വിഷ്വൽസ് കറക്റ്റായിട്ട് കിട്ടും. മുകളിലോട്ടുള്ള വിഷ്വൽസ് നമ്മളൊരു ഇറക്കം ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുക. നമ്മൾ താഴോട്ട് ഇറങ്ങുന്ന വിഷ്വൽസും നല്ല അടിപൊളിയായിട്ട് കിട്ടും. നമ്മളൊരു നിരന്ന സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ പ്ലേസ് ചെയ്യുക. സോ എങ്കിൽ മാത്രമേ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടൂ. ഇത് നോർമൽ ക്യാമറയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ എന്താ പറയുക വൈൽഡ് ആംഗിളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ചെറുതായിട്ട് ഇനി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഞാൻ എന്തുകൊണ്ടത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ അവിടെ ആ ഒരു പ്ലേസ്, ആ ഒരു സ്ഥലം, ആ കമ്പിയുടെ അപ്പുറത്തുള്ള വിഷ്വൽസ് എടുക്കാൻ സമയത്ത് ഞാനിതിനെ ഇങ്ങനെ ഒന്ന് താഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ താഴ്ത്തിയിട്ടാണ് ഞാൻ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ആ ഒരു വിഷ്വൽ ഇങ്ങനെ എടുത്തത്. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ രീതിയിൽ ക്രമീകരിക്കുക. അല്ലാത്ത പക്ഷം ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇതിൻ്റെ ഒരു സ്ട്രാപ്പിൻ്റെയൊക്കെ ക്വാളിറ്റിയും ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. നമ്മളുടെ ചെസ്റ്റ് മൗണ്ടിനെ കുറിച്ച് സംസാരിക്കാൻ ടൈമായി. സോ നമ്മളുടെ ചെസ്റ്റ് മൗണ്ട് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഇവിടെയാണ് ആ ഒരു സാധനം പ്ലേസ് ചെയ്യുന്നത്. ഇതിൽ ക്ലിപ്പിട്ടാണ് നമ്മൾ വയ്ക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഈ ക്ലിപ്പ് ഇളക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി വരുന്നത്, ഇത് പ്ലാസ്റ്റിക് അല്ല, PVC ടൈപ്പാണ്. ലെതറിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്, കുഴപ്പമില്ല. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റിയുള്ളൊരു സാധനമാണ്. സോ ഇതാണ് നമ്മളുടെ ആ ഒരു ചെസ്റ്റ് മൗണ്ട് വരുന്നത്. എൻ്റെ ഷർട്ടൊക്കെ ഇവിടെ കിടപ്പുണ്ട്. സോ ഇതാണ് നമ്മുടെ മൗണ്ട് വരുന്നത്. കണ്ടോ, മൗണ്ട്. ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു മൗണ്ട് എന്ന് പറയുന്നത് അത് ഇതുപോലെ തന്നെയാണ്, പക്ഷേ ഇത് വേറൊരു ടൈപ്പാണ് കിട്ടുന്നത്. അത്
എന്താ പറയുക, ഇവിടെയായിട്ട് ഒരു സ്ക്രൂ പോലെ വരുന്ന ഒന്നാണ്, അത് വെച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇത് പക്ഷേ ഞാൻ നേരത്തെ വാങ്ങിച്ചതാണ്, കണ്ടില്ലേ, ഇത് അല്ലാതെ ടൈറ്റ് ചെയ്യുന്ന സാധനമാണ്, സ്പ്രിങ് ആണ്. സോ ഞാൻ എന്തുകൊണ്ട് ഇതെടുത്ത് ഇതിൽ ഇട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കുറച്ചുകൂടെ സേഫ്റ്റി കൂടുതലാണ്, അതുകൊണ്ടാണ്. മറ്റതും കൊള്ളാം, കുഴപ്പമില്ല, നല്ലതാണ്. ബട്ട് എനിക്കിത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഫീൽ ചെയ്തു. ഇതിൻ്റെ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ പെർഫെക്റ്റ് ആണ്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചെസ് മൗണ്ടും നിങ്ങൾക്ക് മേടിക്കാം. ഒരു വ്ളോഗിങ് സെറ്റപ്പാണ്. സോ ഗോ ഫോർ ഇറ്റ്. ആൻഡ് നമ്മളുടെ കൂടെ ഇപ്പോൾ ഉള്ള ആളുകളെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് നമ്മളുടെ 2 പ്രോഡക്റ്റുകൾ. നമ്മളുടെ ചെസ് മൗണ്ടിൻ്റെ ക്ലിപ്പും കാര്യങ്ങളുമാണ്, ഗ്രനാഡോ പീറ്റൻ. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. സോ നമുക്കിനി ബാക്കി വീഡിയോയിലോട്ട് പോകാം. നമ്മളുടെ ചെസ് മൗണ്ട് വീണ്ടും പ്ലേസ് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. നമ്മുടെ മൈക്കും പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ 2 പ്രോഡക്റ്റുകൾ നിങ്ങൾ കണ്ടല്ലോ. ഗ്രനാഡോ പീറ്റനും അതുപോലെ തന്നെ ഈ ചെസ് മൗണ്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാം. ഞാൻ 2 മേടിച്ചു ഓൺലൈൻ വഴിയാണ്. നമ്മൾക്കിനി ഇവിടെ കാണാൻ കുറച്ച് കാഴ്ചകളും കൂടെ ബാക്കിയാണ്. ആ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ നടന്ന് നീങ്ങുന്നത്. ഇതിൻ്റെ നേരെ മുകളിലായിട്ടാണ് ശ്രീശാസ്ത ക്ഷേത്രം നിലനിൽക്കുന്നത് കേട്ടോ. കോട്ടക്കലിലാണ്. നെയ്യാറ്റിൻകര, മാരായമുട്ടം, കോട്ടക്കൽ ആ ഒരു സ്ഥലത്ത് വന്നതിന് ശേഷം ശ്രീശാസ്തയിലോട്ട് പോകാൻ 2 വഴികളുണ്ട്. അതിലേത് വഴി വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. സോ ഇതാണ് ശ്രീശാസ്ത ക്ഷേത്രം. തിങ്കിങ് വൈ ദ ഗേറ്റ് ഈസ് ഓപ്പൺ. ആരും ഉണ്ട്. യെസ്, ഓക്കെ. ഇവിടെ ഇന്നത്തെ ദിവസം ഐ തിങ്ക് ഇവിടെ ഇന്നത്തെ ദിവസം പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ക്ഷേത്രം ഓപ്പൺഡാണ്, ആളുണ്ട്. നമ്മളല്ലെങ്കിലും ഉള്ളിലോട്ട് കയറുന്നില്ല, നമ്മൾ ജസ്റ്റ് ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ഒരൊറ്റ ചിന്തയിലാണ് വന്നത്. സോ നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം പോകും കേട്ടോ. ഈ ഒരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ ഇത് ഇത്രയും പാറ പിടിച്ച് കിടക്കുന്ന നോക്കണ്ട, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കോറി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക, ആഴമുള്ള ഒരു പ്ലേസും കൂടിയായിട്ടാണ് ഈ ഒരു സ്ഥലം ഇപ്പോൾ കിടക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കോറിയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഇതുവഴിയൊക്കെ നടന്നു പോകേണ്ട സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല. സോ നമുക്കങ്ങനെ നടന്നു പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നമുക്കിവിടെ ആയിട്ട് ഇരിക്കാനുള്ള ഒരു ചെറിയൊരു സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ അതർ സൈഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് സ്ഥലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എവിടെയാണ്? ആലത്തൂരാണ്. ആലത്തൂർ, ഇതെല്ലാം ആലത്തൂരാണ്. നമുക്കിനിയുള്ള സ്ഥലങ്ങളും പറ്റുമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. സോ ഇവിടെ ആയിട്ടൊരു കിണർ കാണുന്നുണ്ട്. നമുക്ക് ആ കിണറും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഞാൻ വിചാരിച്ചു ഇവിടെ ആൾ കാണത്തില്ല എന്ന്. പലപ്പോഴും വരുന്ന സമയത്തൊന്നും ഇവിടെ അങ്ങനെ ആളുണ്ടാകത്തില്ല. ഇവിടെ ഇന്നുണ്ട് കേട്ടോ. സോ കണ്ടില്ലേ, ഈ കിണറ്റിൽ വെള്ളമുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലേ. ഇവിടെ ഈ കിണറ്റിൽ വെള്ളം കിടപ്പുണ്ട്. ഈ വെള്ളം വറ്റത്തില്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ വെള്ളം ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ, വെള്ളം കിടപ്പുണ്ട്. ഈ സംഭവം, ഈ വെള്ളം വറ്റത്തില്ല.
ഇത് ഹനുമാൻ്റെ തള്ളവിരളോ അങ്ങനെ എന്തോ പതിഞ്ഞൊരു സ്ഥലമാണ് എന്നാണ് പറയപ്പെടുന്നത്. എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ല. സോ ഇതാണ് നമ്മുടെ കോട്ടയ്ക്കൽ ശ്രീശാസ്ത ക്ഷേത്രം. ഞാൻ അതിൻ്റെ അകത്തേക്കൊന്നും പ്രവേശിക്കുന്നില്ല. കണ്ടല്ലോ, അവിടെയായിട്ട് പൂജാരി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇന്നിവിടെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു ദിവസമാണെന്ന് തോന്നുന്നു. സോ ഇതൊക്കെയാണ് നമ്മുടെ ആ ക്ഷേത്രത്തിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. പ്രവേശിക്കുന്നില്ല, കാരണം വേറൊന്നുമല്ല, ഇന്ന് അവിടെ പൂജ ഉള്ളൊരു ദിവസമാണെന്ന് തോന്നുന്നു. സോ അവിടെ എല്ലാം ക്ലീനാക്കിക്കൊണ്ടിരിക്കുക. സോ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇത് കഴിഞ്ഞ ഒരു നോർമൽ വീഡിയോ പോലെ തന്നെ ആവും. ക്ഷേത്രത്തിൽ പാട്ടൊക്കെ ഇട്ടു. അവിടെ എല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. മീൻസ് വേറൊന്നുമല്ല, ഇവിടെ പൂജയുടെ കാര്യങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. സോ നമ്മൾ റിട്ടേൺ പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഒരു കാര്യം ഞാനിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഈ ചെസ് മൗണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടുന്ന ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഇറക്കം ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിനെ ഡൗൺവേർഡായിട്ട് വയ്ക്കുന്ന സമയത്തുള്ള യൂസ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു വിഷ്വൽ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് കിട്ടും. സോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്താ പറയുക റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇന്ന് വന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ഒരു ഗുഡ് പാർട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു വീഡിയോ ക്വാളിറ്റി കിട്ടണമെന്നാണെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ഔട്ട് ചെയ്യുക. ഞാനിപ്പോൾ താഴോട്ട് ഇറങ്ങിയതിൻ്റെ വിഷ്വൽ ഞാൻ കാണിച്ചു. ഇനി തിരിച്ച് മുകളിലോട്ട് കയറുമ്പോൾ തിരിച്ച് ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് അപ്വേർഡായിട്ട് വച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ബെസ്റ്റ് വിഷ്വൽ തന്നെ കിട്ടും. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഞാൻ അപ്വേർഡായിട്ടാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോക്കസിങ് ലെവലിൽ കിട്ടുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക, ആ ഒരു ഫോക്കസിങ് ലെവലിൽ കിട്ടുമ്പോൾ നമ്മൾ ആ ഒരു വേ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. സോ ഇങ്ങനെ ഇത് ട്രൈ ഔട്ട് ചെയ്യുക. സോ ഞാൻ ഇനി അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല, നമുക്ക് തിരിച്ച് തന്നെ യാത്രയാവാം. ഈ വീഡിയോ ഇത്രയും നേരം കണ്ട് നിങ്ങൾ 2 പ്രോഡക്റ്റിൻ്റെ റിവ്യൂവും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. A to Z നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞു. ആ നെഗറ്റീവ് സൈഡിനെ എങ്ങനെ പോസിറ്റീവ് ആക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഏതൊക്കെ പൊസിഷനിൽ നിങ്ങളിതിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വിഷ്വൽ കിട്ടും എന്നുള്ള രീതിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ തന്നു കഴിഞ്ഞു. സോ 2 പ്രോഡക്റ്റുകളും നിങ്ങൾ വാങ്ങിച്ച് ചെക്ക് ചെയ്യുക, യൂസ് ചെയ്യുക. നല്ല വ്ളോഗിങ് നിങ്ങളിൽ നിന്ന് ഒരു വിഷ്വൽ ട്രീറ്റായിട്ട് തന്നെ പുറത്തു വരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മൾ നമ്മുടെ ബൈക്കിൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമ്മൾ ഈ ബൈക്കിനെ റൈഡ് ചെയ്ത് താഴേക്ക് ഇറക്കുന്ന ഒരു വിഷ്വലും കൂടെയാണ്. ഈ വിഷ്വലോടുകൂടെ ഞാനിത് വൈൻഡപ്പ് ചെയ്യും. ഞാൻ നേരത്തെ ചെയ്തൊരു തെറ്റാണ് ഈ ഒരു ലെവലിൽ പ്ലേസ് ചെയ്തിരുന്നത്. അതായത് ഞാൻ ഫസ്റ്റ് വീഡിയോ ഈ ഒരു ലെവലിലാണ് പ്ലേസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ വൈൽഡ് ആംഗിളിൽ ഇട്ടിട്ട് ഞാൻ കുറച്ചുകൂടെ അപ്വേർഡായിട്ടാണ് ഇത് വയ്ക്കുന്നത് കേട്ടോ. സ്ട്രെയിറ്റ് ബോർഡായിട്ടാണ് ഇത് വയ്ക്കുന്നത്. ഇതിപ്പോൾ ബൈക്ക് ടോട്ടലി താഴേക്ക് ഇറങ്ങുന്നതായതുകൊണ്ട് സ്ട്രെയിറ്റ് ബോർഡിൽ വെച്ച് തന്നെ പോവാം. സോ ഞാൻ ചെസ് മൗണ്ടിൻ്റെ കാര്യത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സ്പ്രിങ്ങിലുള്ളത് ഞാൻ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നതിനെ എടുത്ത് വെച്ചതാണ്, അല്ലാതെ എനിക്ക് അതിൻ്റെ കൂടെ കിട്ടിയതല്ല. അതിൻ്റെ കൂടെ കിട്ടുന്നത് സ്ക്രൂ ടൈപ്പാണ്. അതും കൊള്ളില്ല എന്ന് പറയാൻ പറ്റത്തില്ല.
അതും കൊള്ളാം. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ല എങ്കിൽ ഈ ഒരു ടൈപ്പ് യൂസ്. നമ്മൾ ഈ ബൈക്കിനെ താഴോട്ടിറക്കുന്ന സമയത്ത് മെയിനായിട്ട് വണ്ടി ഓണായിരിക്കണം. നമ്മൾ മാക്സിമം വണ്ടിയെ ഗിയറിലിട്ട് തന്നെ ഇറക്കാൻ ശ്രമിക്കുക. ഫ്രണ്ട് ബ്രേക്ക്, ബാക്ക് ബ്രേക്ക്, എൻജിൻ ബ്രേക്ക്, അപ്പോൾ ഇത് മൂന്നും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നല്ല സ്മൂത്തായിട്ട് താഴോട്ടെത്തും. അല്ല എങ്കിൽ ചിറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി കയ്യിൽ നിന്നില്ലെന്ന് വരും. സോ ഓഫ് റൈഡ് പോകുന്നവർക്ക് അത് വ്യക്തമായിട്ട് അറിയായിരിക്കും. പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അതറിയാൻ സാധ്യത വളരെ കുറവാണ്. സോ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ നമ്മൾ താഴെ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്ന റൂട്ട് വേറെയാണ് കേട്ടോ. എന്തുകൊണ്ട് ഈ റൂട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ, രണ്ടാമത്തൊരു വീഡിയോയും കൂടെ പറ്റുമെങ്കിൽ ഇതിൽ തന്നെ കുറച്ച് വിഷ്വൽസ് ആഡ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പാറക്കോറികളുണ്ട്. ഇതൊരു പാറക്കോറിയാണ്. അതുപോലെ തന്നെ താഴോട്ട് പോകെ 2-3 പാറക്കോറികളൊക്കെ ഉള്ള സ്ഥലമാണിത്. അങ്ങോട്ടൊന്നും കയറി കാണിക്കാൻ പറ്റത്തില്ല മക്കളെ, അവിടെയൊക്കെ ലോക്ക് ചെയ്തിട്ടിരിക്കുക. പക്ഷെ കാണേണ്ടുന്ന ഒരു വിഷ്വൽ തന്നെ ഉണ്ട് ഇവിടെ. പൊളിച്ചു പറക്കി ഇട്ടിരിക്കുന്നതിൻ്റെ സോ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങുവാണ്. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് ഫുള്ള് പാറ അടിച്ച് പൊട്ടിച്ച് വിട്ടിരിക്കുന്നതാണ്. അത്രയും ലെവൽ ഹൈറ്റിൽ പൊട്ടിച്ചു വിട്ടിരിക്കുന്ന ഇത് വെള്ളമാണ്, താഴെ വെള്ളമായിട്ടാണ് കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു എക്സ്ട്രാ ഒരു വൈൽഡ് ലുക്കൊക്കെ ഉണ്ട്. സോ ഇപ്പോൾ ഇവിടെ കോറികൾ പ്രവർത്തനമില്ല കേട്ടോ. പ്രവർത്തനം ഇല്ലെങ്കിലും ആ ക്ഷേത്രത്തിൽ വന്നു പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. സോ വന്നു പോകുന്നതാണ്. ഇതുവഴി ബൈക്കർക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. സോ നമ്മൾ വണ്ടി ബാക്ക് വലിക്കുക. സോ ഇതൊക്കെയാണ് നമ്മുടെ കോട്ടക്കൽ ശ്രീ ശാസ്ത ക്ഷേത്രത്തിലുള്ള വിഷ്വൽസും കാര്യങ്ങളും. അതിപ്പോൾ തിരിച്ചു പോകുന്നത് വേറൊരു വഴി കൂടിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടേക്ക് വരാൻ 2 വഴികളുണ്ട്. അതിൽ ഒരു വഴി കൂടെ ഞാൻ കയറി മറ്റൊരു വഴിയിൽ കൂടെയാണ് ഞാൻ ഇറങ്ങി പോകുന്നത്.
നമ്മൾ കയറി വന്നപ്പോൾ ഉള്ള വിഷ്വൽ ട്രീറ്റ് അല്ല നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നത് അല്ലേ. നമ്മൾ കയറി വന്ന സമയത്തുള്ള വിഷ്വൽ എന്ന് പറയുന്നത് വളരെ ബോറായിട്ടുള്ളൊരു വിഷ്വലായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു നല്ല വിഷ്വൽ ട്രീറ്റ് ഇപ്പോൾ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ, ഓൺ ടൈമിൽ ഞാൻ ആ വിഷ്വൽസ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ്. അതായത് ഒരു വിഷ്വൽ എടുത്ത് ഒരു ടൈം ആകുമ്പോൾ ഞാനതിനെ ചെക്ക് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ നല്ല രീതിയിൽ അതിനെ പ്ലേസ് ചെയ്യും. നമ്മളൊരു വ്ളോഗിങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണത്. മാക്സിമം നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് തന്നെ, ആ വ്ളോഗിങ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ വിഷ്വൽസ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയാൽ മാത്രമേ നമ്മുടെ വീഡിയോയ്ക്കൊരു ക്വാളിറ്റി കാണത്തുള്ളൂ, വ്യൂവേഴ്സ് ഉണ്ടാകത്തുള്ളൂ. സോ just do your best guys, do your best. Chest mount is working properly. Okay, chest mount കൊള്ളാം, വെർത്തായിട്ടുള്ള ഒരു സാധനമാണ്. അത് നല്ല രീതിയിൽ അവിടെ ഫിറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സോ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. താങ്ക്സ് ഫോർ വാച്ചിങ്.